ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഐഫോണിലുള്ളൊരു ഇമേജ് ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിക്കാതെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേറെ ആപ്പൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, നമ്മുടെ PDF ആക്കാനുള്ള ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഇടത്തെ സൈഡിലായിട്ട് ഷെയർ ഐക്കൺ ഉണ്ട്. ആ ഷെയർ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് പ്രിൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇതിൽ തൊട്ട് താഴെ ഒരു ഇമേജിൻ്റെ പ്രിവ്യൂ ഉണ്ട്. ആ പ്രിവ്യൂവിലൊന്ന് സൂമിൻ ചെയ്യുക. സൂമിൻ ചെയ്താൽ നമ്മുടെ 2 വിരൽ ഉപയോഗിച്ച് സൂമിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതിൽ വലത്തെ സൈഡിന് മേലായിട്ടൊരു ഷെയർ ഐക്കൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇമേജ് PDF ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് ഏതിലോട്ടാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഷെയറിങ് ഓപ്ഷൻസ് ചെയ്ത് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അഥവാ നമുക്കിപ്പം ജസ്റ്റ് ഫോണിലോട്ട് സേവ് ചെയ്യാനാണെങ്കിൽ സേവ് ടു ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ മതി. നമ്മുടെ ഫോണിലുള്ള ഫയൽസ് ആപ്പിൽ നമ്മുടെ ഈ ഇമേജ് PDF ആയിട്ടുള്ള ഫയൽ അവിടെ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിൽ തന്നെ സിമ്പിളായിട്ട് ഒരു ഇമേജ് PDF ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും സീ യു.